ഇവിടെ ശ്രീ സോമൻ, തുടക്കത്തിൽ നേരത്തെ വസീഫ് ഒരു FB പോസ്റ്റ് വായിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നോക്കൂ, സംസ്ഥാനങ്ങൾ എത്ര മികവോടെ നടത്തിയിരുന്ന ഈ പൊതുപ്രവേശന പരീക്ഷയാണ്. കേരളമൊക്കെ അതിൻ്റെ മികച്ച മാതൃകകളാണ്. എന്നാൽ ഈ ക്രമക്കേട് നടന്നത് എവിടെയാണ്? ഗുജറാത്തിലും ബീഹാറിലുമൊക്കെയാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലെ പരീക്ഷകളെ മികവുറ്റതാക്കാൻ വേണ്ടത് ചെയ്യുക എന്നതിനപ്പുറം മികച്ച നിലയിൽ നടന്ന സംസ്ഥാനങ്ങളെപ്പോലും ഒരു ദേശീയാടിസ്ഥാനത്തിലുള്ള അസാമാന്യ ക്രമക്കേടിൻ്റെയും ചോദ്യപേപ്പർ ചോർച്ചയുടെയും കോപ്പിയടിയുടെയും ഒക്കെ ഒരു തലത്തിലേക്ക് അധപ്പതിപ്പിക്കുന്ന നിലയിലാണ് NTA പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷ ആകെ പോയത് നീറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല, നെറ്റ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും മികച്ച നിലയിൽ ഈ പരീക്ഷ നടത്തി ശീലമുള്ള പരിചയമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പരീക്ഷകൾ തിരിച്ചു കൊടുക്കാനുള്ള ആർജവമാണ് കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ക്രമക്കേട് നടത്തിയവരെ കണ്ടെത്തുമെന്നാണ് പറയുന്നതെങ്കിൽ അത് കണ്ടെത്തി തിരുത്തും വരെ ഈ പരീക്ഷ നടത്താൻ ഈ ഏജൻസിക്ക് യാതൊരു അർഹതയുമില്ല, യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. അത് മേൽനോട്ടം വഹിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ അർഹതയും യോഗ്യതയുമില്ല. ആ ഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം മാനിച്ചുകൊണ്ട് ഈ പരീക്ഷ നടത്താനുള്ള അവകാശം തിരികെ സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ആദ്യം മോദി സർക്കാർ ചെയ്യേണ്ടത്. പാർലമെൻറ്റിൽ ഇത് വല്ലതും പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ശരത്ത്, ഈ ചർച്ചയിൽ ബഹുമാനായ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ്, പറഞ്ഞോളൂ, കേൾക്കാം. ഈ ചർച്ചയില് ബഹുമാനായ ശ്രീ വസീഫ് ഉന്നയിച്ച FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനതിന് മറുപടി പറയാതെ തന്നെ പല സന്ദർഭങ്ങളിൽ അതിന് മറുപടി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വസീഫിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ ശരത്തടക്കം മാധ്യമ ചർച്ചയ്ക്ക് വിളിക്കുന്ന വ്യക്തിയെയാണ് അങ്ങ് ഇവിടെ പരാമർശിക്കുന്നത്. ആ നിരീക്ഷകൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് അങ്ങ് ആരോപിക്കുകയാണ്. അതല്ലല്ലോ. അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, തിരുവനന്തപുരത്തുകാരൻ, അങ്ങയുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ ചില മുതലാളിമാർക്ക് ഏത് സമയവും കയറി ചെല്ലാൻ കഴിയുമെന്ന് പാർട്ടി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളിൽ ചർച്ചയില്ല ഇന്നലെ മിനിങ്ങാന്നും. ആ നേതാവ്, CPM-ന്റെ നേതാവ്, പ്രാണഭയം മൂലം പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ളതും മാധ്യമങ്ങളിൽ ചർച്ചയും വാർത്തയും അല്ലേ ബഹുമാനായ വസീഫെ? അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ FB പോസ്റ്റിനെ സംബന്ധിച്ച് പറയേണ്ടവർ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകന്മാർ നിലപാട് സ്വീകരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല BJP എന്നുള്ളത് ബഹുമാനായ വസീഫിനോട് ഞാൻ പറയാൻ വിഷയങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആരോപിച്ചത്, ആ പോസ്റ്റിലൂടെ ഈ പറഞ്ഞ വ്യക്തി ആരോപിച്ചത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നിയമനം എന്ന് പറയുന്നത് ഒരു നിയമനമടക്കം പഠനത്തിൽ, ഉന്നത പഠനത്തിന് ആളുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ പാകത്തിന് ക്രമക്കേടുകൾ നടക്കുന്നു, ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നു. ആരും അത് പിടിക്കാതിരിക്കാൻ വേണ്ടി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി വരുന്ന ദിവസം 10 ദിവസം മുമ്പേ ഈ നീറ്റിൻ്റെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു. സംശയാസ്പദമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് രാജ്യം ഈ കള്ളത്തരം പിടികൂടരുത് എന്ന നിലയിൽ. അപ്പോൾ ആ നിലയിൽ ഈ വിഷയത്തിൻ്റെ സാമ്യമുണ്ടെന്നേ, അതല്ലാതെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ചില കാര്യങ്ങളെ ബന്ധപ്പെടുത്തുകയല്ലല്ലോ ശ്രീ സോമൻ അദ്ദേഹം ചെയ്തത്. ശ്രീ ശരത്തെ, ഈ കാര്യത്തിൽ അങ്ങയുടെ വ്യാഖ്യാനം വില പോകുന്നതല്ല. മുഴുവൻ അഴിമതിയാണ് രാജ്യത്ത്. അതായത് കോൺഗ്രസ് ഈ കാലത്ത് ഈ രാജ്യത്ത് ഏറെക്കാലം ഭരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ശതകോടികളുടെ അഴിമതി, സംസ്ഥാനം ഭരിക്കുന്ന CPM നടത്തുന്ന വിവിധ തരത്തിലുള്ള അഴിമതികൾ, ആരോപണങ്ങൾ, സംഘർഷങ്ങൾ, ഈ നിലയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ദേശീയ തലത്തിൽ അഴിമതി കോൺഗ്രസിന്റെയും മറ്റും മുഖമുദ്രയാകുന്ന ഒരു പശ്ചാത്തലത്തിൽ BJPയും അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ആഖ്യാനങ്ങൾ വില പോകുന്നതല്ല. ഞാനിത് പറയുമ്പോഴും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോരായ്മകൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ആശങ്കകൾ, അവരുടെ രക്ഷിതാകർത്തകൾക്കുണ്ടായിട്ടുള്ള ഉത്കണ്ഠ,
അത് പരിഹരിക്കേണ്ടതാണ്. ക്രമക്കേടിന് നേതൃത്വം കൊടുത്ത ആളുകൾ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഒരു ശ്രീ സോമൻ, ഈ പൊതുപ്രസ്താവനയ്ക്കപ്പുറം ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു കാര്യത്തിനും താങ്കൾ അതിനെ അഭിമുഖീകരിക്കുന്നില്ല ബി ജെ പി പ്രതിനിധി എന്ന നിലയിൽ. ഒന്ന്, കേന്ദ്രമന്ത്രിക്ക് ആ അർഹതയുണ്ടോ, അതിൽ തുടരാൻ അർഹതയുണ്ടോ? എൻ ഡി എക്ക് ഇനി ഈ പരീക്ഷകൾ നടത്താൻ എന്ത് യോഗ്യത? ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ ഈ പരീക്ഷകൾ സംസ്ഥാനങ്ങളെ തിരിച്ചേൽപ്പിക്കണ്ടേ? എന്നിട്ടല്ലേ കണ്ടെത്തലും ക്രമക്കേട് തിരുത്തലും? ആ ഏറ്റവും അഴിമതി നിറഞ്ഞ സംസ്ഥാനങ്ങളെ തിരുത്താൻ ഗുജറാത്ത് അടക്കം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളെ നിങ്ങൾ തിരുത്തൂ. നന്നായി പരീക്ഷ നടക്കുന്ന സംസ്ഥാനങ്ങളെ കൂടി ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് മാറ്റുകയല്ലേ? ഇതിനൊക്കെയല്ലേ നമ്മൾ ഈ ചർച്ചയിൽ എന്തെങ്കിലും താങ്കളിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുക? ശരത്തെ, ആളുകൾ ആഗ്രഹിക്കുന്നതല്ല. കൃത്യമായി ഇത് ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും കേരളത്തിലല്ല, ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ, അതിലൂടെ അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ, അതിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ചിട്ടുള്ള ആളുകൾ, അവർ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ മാറി നിൽക്കണ്ടേ? ധർമ്മേന്ദ്ര പ്രധാൻ ആ പദവി ഒഴിഞ്ഞ് ഇത് ക്ലിയർ ചെയ്യുന്നവരെ മാറി നിൽക്കാൻ ബാധ്യതയില്ലേ? മോദി ആവശ്യപ്പെടുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ആരോപണമല്ല, ഇത് ആരോപണമല്ല. നോ നോ നോ, ഇത് ആരോപണമല്ല ശ്രീ സോമൻ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി, ഏറ്റവും വലിയ ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേട്, 24 ലക്ഷം കുട്ടികളെ ബാധിക്കുന്നത്, ഇതാണോ ആരോപണം? ഇതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നേ. ആരോപണം ആർക്കും ഏത് നേരം വെളുത്തു എന്തും വിളിച്ചു പറയാം. അതല്ല, ഇത് കൃത്യമായി രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രമക്കേടാണെന്നേ. അവിടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇരിക്കുന്നത്, അതിന്റെ മന്ത്രിയായി. ഏതെങ്കിലും BJP നേതാക്കന്മാർക്കോ പങ്കുണ്ടെങ്കിൽ തെളിയിക്കപ്പെടട്ടെന്ന്. മന്ത്രിക്കോ തുടരാൻ യോഗ്യത ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. ഇതേ ധർമ്മേന്ദ്ര പ്രധാനാണ് കഴിഞ്ഞ മോദി സർക്കാരിലും ഈ സംവിധാനത്തെ നയിച്ചയാൾ. പരിശോധിക്കേണ്ടത്. ഒരല്പം കാത്തിരിക്കൂ. അല്ലെങ്കിൽ മാറി നിൽക്കുന്നു. അന്വേഷണത്തിന് സുതാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പദവി ഒഴിയാൻ ആ മന്ത്രി തയ്യാറാവണ്ടേ? അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ അന്വേഷണം, അതും CBI. മന്ത്രി പുറത്തു പോകേണ്ടി വന്നാൽ മന്ത്രി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയല്ല, അന്വേഷണത്തിന് വേണ്ടി പുറത്തിറങ്ങി നിൽക്കണം. അന്വേഷണം സത്യസന്ധമാണ് എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ആ മന്ത്രിയോട് മാറി നിൽക്കാൻ മോദി ആവശ്യപ്പെടുമോ? പ്രധാനമന്ത്രി ആവശ്യപ്പെടുമോ? അഴിമതിയോട് തന്തയില്ലാത്ത സമീപനം അതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, പ്രവൃത്തിയിലും വരണ്ടേ? അത് പ്രവൃത്തിയിലും വരണ്ടേ? പ്രഖ്യാപിതമായ നിലപാടാണ്. ശ്രീ വസീഫ്, ബോധ്യപ്പെടുന്നുണ്ടോ ആ പ്രഖ്യാപിത നിലപാട്? മോദിയുടെ BJP-യുടെ ഭരണത്തിലെ അഴിമതിക്കെതിരായ പ്രഖ്യാപിതമായ നിലപാടിലാണ് ശ്രീ സോമന്റെ വിശ്വാസം. അതാണ് അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. എന്താണ്? ഒരു നിമിഷം. ബഹുമാനായ ശ്രീ സജീവൻ സാറ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നലെ നടന്ന കാര്യത്തെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. കളവ് പറയുന്നതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു, അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതിൽ എന്റെ പരിഭവം രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കളവിനെതിരായിട്ടുള്ള വസ്തുതകൾ അവതരിപ്പിക്കുമ്പോ ആ പ്രതിപക്ഷം ഒന്നടങ്കം കൂക്കു വിളിച്ചതിനെ ബഹുമാനായ സജീവൻ സാറ് അംഗീകരിക്കുന്ന ഒരു നിലപാട് പോലെയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണോ, ഇത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് അങ്ങ് പരിശോധിക്കണമെന്ന്